ലാലേട്ടൻ മാപ്പ് പറഞ്ഞിരിക്കുന്നു. എമ്പുരാൻ സിനിമയുടെ ഏറ്റവും പുതിയ കളക്ഷനും വേറെയുള്ള അപ്ഡേറ്റുകളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലേക്ക് വരാം. അതിന്റെ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ലൂസിഫർ മൂവി വൻ വിവാദമായതോടുകൂടെ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ലാലേട്ടന്റെ FB പോസ്റ്റ് എത്തിയിരിക്കുന്നു. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ലൂസിഫർ ഫ്രാഞ്ചൈസിന്റെ രണ്ടാം ഭാഗമായ എമ്പുരാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരിൽ കുറെ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി ഞാൻ അറിഞ്ഞു. ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എൻ്റെ കടമയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഉണ്ടായ മനോവിഷമയത്തിൽ എനിക്കും എമ്പുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട്. ഒപ്പം അതിൻ്റെ ഉത്തരവാദിത്തം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടേതുമാണ് എന്ന തിരിച്ചറിവോടെ അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 4 പതിറ്റാണ്ട് നിങ്ങളിൽ ഒരാളായാണ് ഞാൻ എൻ്റെ സിനിമാ ജീവിതം ജീവിച്ചത്. നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും മാത്രമാണ് എൻ്റെ ശക്തി. അതിൽ കവിഞ്ഞൊരു മോഹൻലാൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസപൂർവ്വം മോഹൻലാൽ എന്നാണ് FBയിൽ അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. ഈ ഒരു പോസ്റ്റ് ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു. വലിയ രീതിയിൽ ട്രെൻഡിങ്ങിലാണ് ഈ ഒരു പോസ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. 4ാം ദിവസത്തിലേക്ക് എത്തപ്പെട്ട സിനിമയുടെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം ബുക്ക് മൈ ഷോ ആപ്പിൽ ഇപ്പോൾ നോക്കുന്ന സമയത്ത് ഇന്ന് രാവിലെ തന്നെ 25,000 ടിക്കറ്റ്സുകളാണ് ഓരോ മണിക്കൂറിലും ബുക്ക് മൈ ഷോ ആപ്പിലൂടെ മാത്രം സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. ഒരടി പോലും പിന്നോക്കം പോവാതെ ആ ഒരു ട്രെൻഡ് തുടരുകയാണ്. ഇന്നലെ വൈകുന്നേരം മുതലാണ് ഇത്തരത്തിലുള്ള വലിയ ട്രെൻഡിലേക്ക് സിനിമ എത്തപ്പെട്ടത്. അതിനുള്ള പ്രധാന കാരണം ചിത്രത്തിന്റെ പല ഭാഗങ്ങളും വെട്ടിമാറ്റുന്നു എന്നുള്ള റിപ്പോർട്ട് പരക്കെ വന്നതിന്റെ ശേഷമാണ് പ്രേക്ഷകർ കൂട്ടത്തോടെ തിയേറ്ററിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നത്. 3ാം ദിവസമായി ഇന്നലെ മാത്രം ബുക്ക് മൈ ഷോ ആപ്പിലൂടെ 3,50,000 അടുത്ത് ടിക്കറ്റ്സുകളാണ് സോൾഡ് ഔട്ട് ആയിരിക്കുന്നത്. 3 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡിൽ നിന്നും 130 കോടിക്ക് മുകളിലാണ് സിനിമയുടെ കളക്ഷൻ. അതോടൊപ്പം തന്നെ 3 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും 30 കോടിക്ക് മുകളിലേക്കും സിനിമയുടെ കളക്ഷൻ എത്തപ്പെട്ടിട്ടുണ്ട്. ആദ്യ വീക്കെൻഡിൽ തന്നെ കേരളത്തിൽ നിന്നും അതോടൊപ്പം തന്നെ വേൾഡ് വൈഡിൽ നിന്നും റെക്കോർഡ് കളക്ഷൻ നേടുന്ന സിനിമയായി തീരാൻ ഇതിനോടകം തന്നെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. കാത്തിരിക്കാൻ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ. ഞാൻ ജിനുജനാസ്. ഓക്കെ, ബൈ.